ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷ് കോൺവെർസേഷൻ ഫോർ സോഷ്യലൈസേഷൻ ആണ്. അപ്പം നമുക്കത് എങ്ങനെയൊക്കെ വരുമെന്ന് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പം നമുക്കത് ഒട്ടും ലേറ്റ് ആക്കാതെ വേഗം തന്നെ ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, നമുക്ക് നോക്കാം. ഇംഗ്ലീഷ് കോൺവെർസേഷൻ ഫോർ സോഷ്യലൈസിംഗ് വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആസ്കിങ് ക്വസ്റ്റ്യൻ, നമ്മൾ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുക. ഹാവ് യു എവർ ട്രൈഡ് ലസങ്ക, നമ്മൾ എപ്പോഴെങ്കിലും ലസങ്ക ട്രൈ ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ സോഷ്യലായിട്ട് നമ്മൾ ചോദിക്കുകയാണ്. ഷെയറിങ് എക്സ്പീരിയൻസ്, നമ്മൾ എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യും. റീസെൻ്റ്ലി ഐ ഹാഡ് എ റിയലി ബാഡ് എക്സ്പീരിയൻസ് വിത്ത് റെഡ് സോസ് പേസ്റ്റ് അറ്റ് എ റെസ്റ്റോറൻറ്റ്. നമ്മൾ പറയില്ലേ റെസ്റ്റോറൻറ്റിൽ ഇങ്ങനെ റെഡ് സോസ് പേസ്റ്റ് ടേസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് അത്ര നല്ല എക്സ്പീരിയൻസ് ആയിട്ട് തോന്നിയില്ല, കൊള്ളത്തില്ല എന്നൊക്കെ നമ്മൾ പറയത്തില്ല. അത് സേയിങ് ഗുഡ് ബൈ, നമ്മൾ ഓരോരുത്തർ എങ്ങനെ ഗുഡ് ബൈ പറയുന്നതിന്. ഇറ്റ് വാസ് റിയലി നൈസ് ടോക്കിംഗ് ടു യു, നിങ്ങളോട് സംസാരിച്ചതിൽ വളരെ നന്നായിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞെങ്കിൽ നമുക്ക് പിരിയാം എന്നൊക്കെ പറയുന്ന പോലെ. മോർ എക്സാമ്പിൾസ് ഓഫ് ഇംഗ്ലീഷ് കോൺവെർസേഷൻ യു ഹാവ് വൈൽ സോഷ്യലൈസിങ് ചെയ്യുമ്പോൾ നമുക്ക് കുറേ കോൺവെർസേഷൻസ് ഏതൊക്കെയാണ് വരുന്നത് നോക്കാം. ഹൗ ഈസ് യുവർ ഡേ ഗോയിങ് സോ ഫാർ, നിങ്ങളുടെ ദിവസം ഇന്ന് എങ്ങനെ പോകുന്നു. There is a great conversation started to see how someone's day has been and shown genuine interest in their well-being. അപ്പോൾ നമ്മൾ നോക്കുന്ന പോലെ ഉണ്ട് ഓരോരുത്തരുടെ കോൺവെർസേഷൻ ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർക്ക് എങ്ങനെയുണ്ടായിരുന്നു, നല്ല രീതിയിൽ പോകുന്നു, നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഹാവ് യു ട്രാവൽഡ് എനിവെയർ ഇൻട്രസ്റ്റിംഗ് റീസെൻ്റ്ലി, നമ്മൾ എവിടെയെങ്കിലും ട്രാവൽ ചെയ്തിട്ടുണ്ടോ, റീസെൻ്റ് നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ടുണ്ടോ റീസെൻ്റ് ആയിട്ട്. ട്രാവൽ ഈസ് എ കോമൺ ടോപ്പിക് ഇൻ കോൺവെർസേഷൻ, ട്രാവൽ എന്ന് വെച്ചാൽ ഒരു കോമൺ ടോപ്പിക് നമ്മൾ എല്ലാവരും ഡിസ്കസ് ചെയ്യാറുണ്ട് ട്രാവൽ എന്ന് വെച്ചാൽ. ആസ് ഇറ്റ് അലോ പീപ്പിൾ ടു ഷെയർ ദിയർ എക്സ്പീരിയൻസ് ആൻഡ് ലേൺ അബൌട്ട് ന്യൂ പ്ലേസ്, നമ്മൾ എന്താ അത് ആൾക്കാർ ഷെയർ ചെയ്യുക, പുതിയ പുതിയ കാര്യങ്ങൾ അറിയുക, എക്സ്പീരിയൻസിനെ പറ്റി ഷെയർ ചെയ്യാം, പുതിയ പുതിയ സ്ഥലങ്ങളെ പറ്റി നമ്മൾ മനസ്സിലാക്കി. ഇപ്പോൾ ഓരോ സ്ഥലത്തെ പറ്റി പറയുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നെങ്കിൽ നമുക്കത് മനസ്സിലാവും, ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, ഈ സ്ഥലം നല്ല മനോഹരമാണെന്നൊക്കെ നമുക്ക് അപ്പം മനസ്സിലാവും. വാട്ട് ഡു യു എൻജോയ് ഡൂയിങ് ഇൻ യുവർ ഫ്രീ ടൈം, നമ്മൾ ഫ്രീ ടൈം കിട്ടുമ്പോൾ നമ്മൾ എങ്ങനെയാണ് സമയം കണ്ടെത്തുക, അല്ലെങ്കിൽ എങ്ങനെ എൻജോയ് ചെയ്യും. ദിസ് ക്വസ്റ്റ്യൻ ക്യാൻ ലീഡ് ടു ഡിസ്കവറിങ് കോമൺ ഇൻട്രസ്റ്റ്, ഈ ക്വസ്റ്റ്യൻ വന്നിട്ട് ലീഡിങ് ആയിട്ട് കോമൺ ആയിട്ടുള്ള ഓരോരുത്തരുടെ ഇൻട്രസ്റ്റ് ആണ് അവർ പുറത്തേക്ക് പറയുന്നത്. ആൻഡ് പൊളൈറ്റ്ലി മേക്കിംഗ് പ്ലാൻ ടുഗെദർ, അതെനിക്ക് എന്തോ ഓരോരോ പ്ലാൻസ് ഒക്കെ ഉണ്ടാക്കുക. പൊളൈറ്റ്ലി ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പോൾ നമുക്ക് അതുപോലെ ഇപ്പം നമ്മൾ ഓരോരുത്തരോട് ചോദിക്കത്തില്ലേ നിങ്ങൾ എന്തോ ഫ്രീ ടൈം കിട്ടുമ്പോൾ ചെയ്യുന്നത് അങ്ങനെയൊക്കെ. അപ്പോൾ ഓരോരുത്തരുടെ ഐഡിയാസും കാര്യങ്ങളും എന്തോ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ അത് പറയും, നമുക്കത് കൂടുതലും മനസ്സിലാവാനായിട്ട് പറ്റും. ഡു യു ഹാവ് എനി പെറ്റ്, നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും പെറ്റ് ഉണ്ടോ. പെറ്റ് ബിലോങ് ടോപ്പിക് ഓഫ് ഡിസ്കഷൻ ഫോർ മെനി പീപ്പിൾ, അലോയിങ് ദം ടു ഷെയർ സ്റ്റോറീസ് ആൻഡ് ബോണ്ട് ഓവർ ദെയർ ഫ്യൂരി ഫ്രണ്ട്സ്. അതായത് നമുക്ക് പെറ്റിനെ പറ്റി എന്താ കുറെ നല്ല ടോപ്പിക് ഉണ്ടാവും അല്ലേ. ഇപ്പൊ എല്ലാവരും ഡിസ്കസ് ചെയ്യുന്നതും കൂടുതലും പെറ്റിനെ പറ്റിയായിരിക്കും. പെറ്റിനെ പറ്റി പറയുമ്പോൾ അവർക്ക് അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ അതിൽ ചിരിക്കാൻ കാണും, ഫണ്ണി കാണും, ഓരോ സ്റ്റോറീസ് കാണും, ഇപ്പോൾ സാഡ് ഇമോഷണൽസ് ഒക്കെ കാണും. അങ്ങനെ എല്ലാവരും ഫ്രണ്ട്സിനോടൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. വാട്ട് കൈൻഡ് ഓഫ് മ്യൂസിക് ഡു യു ലൈക്ക്, നിങ്ങൾക്ക് ഏത് മ്യൂസിക് ആണ് ഇഷ്ടം. മ്യൂസിക് ഈസ് അനദർ പോപ്പുലർ കോൺവെർസേഷൻ ടോപ്പിക്. മ്യൂസിക് എന്ന് വെച്ചാൽ വേറെ ഒരു പോപ്പുലാരിറ്റി ഉള്ള ഒരു കോൺവെർസേഷൻ ആണ്, മ്യൂസിക് ടോപ്പിക് ആണ്. ആസ് ഇറ്റ് ആസ് ഇറ്റ് ക്യാൻ റിലീവ് എ ലോട്ട് അബൌട്ട് എ പേഴ്സണാലിറ്റി ആൻഡ് പ്രിഫറൻസ് ആണ്. അത് ഒത്തിരി നമുക്ക് റിലീവ് ചെയ്യുന്നത്, ലോട്ട് ഓഫ് പേഴ്സൺസിൻ്റെ ഇതും പേഴ്സണാലിറ്റിയും അതൊക്കെ നമുക്ക് റിലീവ് ചെയ്യുന്നത്. മ്യൂസിക് ഭയങ്കര ഇതാണ്, അപ്പോൾ ഓരോരുത്തർക്ക് ഓരോ ഇൻട്രസ്റ്റ് ഉണ്ട് മ്യൂസിക്കിൽ, അവർ അതൊക്കെ ഷെയർ ചെയ്യും. ഡു യു ഹാവ് എനി അപ്കമിങ് ഈവൻറ്റ്സ് ഓർ പ്ലാൻസ്, നമുക്ക് എന്തെങ്കിലും അപ്കമിങ് ഈവൻറ്റ്സ് ഉണ്ടോ, ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് ഈവൻറ്റ് അറ്റൻഡ് ചെയ്യാനുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാൻസോ എന്തെങ്കിലും ഉണ്ടോ അതിനെപ്പറ്റി. ദിസ് ക്യാൻ ലീഡ് ടു ഡിസ്കസിങ് എക്സിസ്റ്റിംഗ് ഓർ ഫ്യൂച്ചർ ആക്ടിവിറ്റി ആൻഡ് പൊട്ടൻഷ്യലി മേക്കിംഗ് പ്ലാൻസ് ടുഗെദർ. അതായത് ഇത് നമുക്ക് എന്തുവാ, നമുക്ക് ഡിസ്കസ് ചെയ്യാം, എന്തെങ്കിലും ഈവൻറ്റ്സ് ഒക്കെ ഉണ്ടോ, ഈവൻറ്റ്സ് ഇപ്പോഴോ അല്ലെങ്കിൽ ഫ്യൂച്ചറിലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുക. ഇപ്പോൾ ഡ്രസ്സ് ആയിക്കോട്ടെ, ഏത് ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകണം, എങ്ങനെ മേക്കപ്പ് ചെയ്യണം, എങ്ങനെ നമ്മുടെ ഔട്ട്ഫിറ്റ് ഉണ്ടായിരിക്കണം, അങ്ങനെയൊക്കെ അതിനൊക്കെ പറ്റി ഡിസ്കസ് ചെയ്യുക, പ്ലാൻ ചെയ്യുക. അപ്പോൾ അതൊക്കെയാണിത്. ഇനി അടുത്തത് വാട്ട് ഡു യു ഡു ഫോർ വർക്ക് സ്റ്റഡി, നമ്മൾ വർക്കിനും അതായത് പഠിക്കാനും ജോലിക്കും ഒക്കെ നമ്മൾ എന്തോ ചെയ്യുന്നതാണ്. വർക്ക് ഓർ സ്റ്റഡി ഈസ് എ കോമൺ ടോപ്പിക് ഫോർ കോൺവെർസേഷൻ, വർക്കും സ്റ്റഡിക്ക് കോമൺ ആയിട്ടുള്ളത്. ഇപ്പം നമ്മൾ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാറുണ്ട് അല്ലേ, പഠിക്കാനായാലും പിന്നെ ജോലിക്ക് പോകുമ്പോൾ അതിൻ്റെ എങ്ങനെയാണെന്നും ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. ആസ് ഇറ്റ് അലോസ് പീപ്പിൾ ടു ലേൺ അബൌട്ട് ഈച്ച് അതേഴ്സ് പ്രൊഫഷൻ ആൻഡ് ഡെയിലി ലീവ്സ്. അപ്പോൾ ഓരോ പ്രൊഫഷൻ ആയിരിക്കും, ഡോക്ടർ ആയിരിക്കും, എഞ്ചിനീയർ ആയിരിക്കും, അല്ലെങ്കിൽ CA ആയിരിക്കും,
അപ്പോൾ അവരെ പറ്റിയൊക്കെ കൂടുതലായിട്ട് അവരുടെ പ്രൊഫഷനിൽ അവർ പറയുമ്പോൾ നമുക്കത് കൂടുതൽ മനസ്സിലാവും ഇങ്ങനെയൊക്കെ ഉണ്ട് ഇങ്ങനെയൊക്കെയാണെന്നുള്ളത്. വാട്ട് ഡു യു ലൈക്ക് അബൌട്ട് ദ സിറ്റി ടൗൺ? നിങ്ങൾക്ക് ഈ സിറ്റിയും ഈ ടൗണിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം, നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം എന്നൊക്കെ പറയാം. ദിസ് ക്വസ്റ്റ്യൻ ക്യാൻ സ്പീക്ക് ഡിസ്കഷൻ അബൌട്ട് ലോക്കൽ interaction, hidden gems and what make people place special. അതായത് ലോക്കലായിട്ടുള്ള ഈ ലൊക്കാലിറ്റിയിൽ താമസിക്കുന്നവരായിട്ട് ചോദിച്ചാലാണ് നമുക്ക് ഈ ഒരു കാര്യത്തെ പറ്റി മനസ്സിലാവത്തുള്ളൂ. നമുക്ക് എല്ലാവരോടും ഈ ടോപ്പിക് ഡിസ്കസ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് അങ്ങനെ കോമണായിട്ട് ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇവിടെ എന്തൊക്കെ സ്ഥലങ്ങളുണ്ടെന്നും അവിടെ പോയിട്ടുണ്ടോ എന്നൊക്കെ ഇവിടെ സ്റ്റേ ചെയ്യുന്ന ആൾക്കാരെ ഡിസ്കസ് ചെയ്യാൻ പറ്റുള്ളൂ. ഡു യു ഹാവ് എനി ഫേവറേറ്റ് ഹോബീസ് ഓർ സ്പോർട്സ്? നിങ്ങൾക്ക് എന്തെങ്കിലും ഫേവറേറ്റ് ആയിട്ടുള്ള ഹോബീസ് ഉണ്ടോ അല്ലെങ്കിൽ സ്പോർട്സ് ഉണ്ടോ? ഹോബീസ് ആൻഡ് സ്പോർട്സ് ആർ ഗ്രേറ്റ് കോൺവെർസേഷൻ ടോപ്പിക്. അത് ഭയങ്കര ഗ്രേറ്റ് ആണ് അല്ലേ. ഇപ്പൊ എല്ലാവർക്കും സ്പോർട്സിനെ പറ്റി അറിയാൻ ആഗ്രഹം ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഹോബീസ് എന്തുവാണെന്നും അറിയാൻ ആഗ്രഹം ഉണ്ടാവും. The sports are great conversation topic as they can lead to learning new skills. ഇത് വന്നിട്ട് ഒത്തിരി നല്ല ന്യൂ ആയിട്ടുള്ള സ്കിൽസ് ഒക്കെ പഠിക്കാനായിട്ട് പറ്റും. ആൻഡ് പൊട്ടൻഷ്യലി പ്രാക്ടീസിങ് ഇൻ ആക്ടിവിറ്റി ടുഗദർ. ഓരോ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത് അവർക്ക് നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റും ടുഗദർ ആയിട്ട്. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയാണ് നമ്മൾ ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്നത്. സോഷ്യലി സമൂഹത്തിന്റെ മുന്നിൽ നമ്മൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, സോ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ക്ലാസ്സിൽ ആവശ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈയും പിന്നെ ഞാൻ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ സോഷ്യൽ മീഡിയ കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. അത് ഞാൻ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്കിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തേക്കാം. പിന്നെ ആർക്കെങ്കിലും സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഡീറ്റെയിൽസ് ഞാൻ അപ്പം പറയാം. ക്ലാസ്സുകൾ വന്നിട്ട് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അവൈലബിൾ ആയിരിക്കും. സോ അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റായിട്ടും പിൻ ചെയ്ത് വെച്ചേക്കാം. വിളിക്കുമ്പോൾ ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ അപ്പം പറയുന്നതായിരിക്കും. ഓക്കെ, സോ അപ്പോൾ അത്രയേ ഉള്ളൂ. സോ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ട് കുഞ്ഞ് ബെലൈക്കൺ ഉണ്ടാവും, അതും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചർ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. സോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അടുത്ത ഒരു ക്ലാസ് ആയിട്ട് കാണുന്നത് എല്ലാവർക്കും സി യു.